പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണ് രാവിലെ സ്പെഷ്യൽ എന്ന് നോക്കിയാലോ. അപ്പോൾ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ നമ്മൾ നല്ലതുപോലെ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഞാൻ ആശീർവാദ് ആട്ടേൻ്റെ കുഴച്ച് ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അരിഞ്ഞ് വന്നിട്ടുണ്ട്, തക്കാളി ബാക്കിയുണ്ട്, അത് പിന്നെ അരിയാം നമുക്ക്. അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടി വേണേ. അപ്പോൾ ഒരു ചെറിയ പാൻ വെച്ചിട്ട് നമ്മളതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് വേണ്ട സാധനങ്ങൾ, അതായത് കടുക് വേണം, കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം ഉള്ളി, വെളുത്തുള്ളി, കരിവേപ്പില അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് വഴറ്റി എടുക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഉള്ളി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്താക്ക്. അപ്പോൾ നല്ലത് വേഗം പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസും അതേപോലെ ഷോർട്സിലെ കോമഡി വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് സൈഡിലായിട്ട് ചായ വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ പഞ്ചസാര ചേർത്ത ഉടനെ തന്നെ ഞാൻ കുറച്ച് കട്ടൻ ചായ ആയെങ്കിൽ കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കും. അതിനുശേഷം അത് പതുക്കുമ്പോൾ ഓഫാക്കിയാൽ മതി, അതായത് തിളക്കുമ്പോൾ ഓഫാക്കിയാൽ മതി. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഉള്ളി നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു തക്കാളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ വഴറ്റി എടുക്കുക. അപ്പോൾ ഈ സൈഡിൽ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായ ഓഫ് ചെയ്യുക. അതിനുശേഷം ഞാൻ മുട്ട കുക്കറിലാണ് വേവിക്കുന്നത്. ഒറ്റ വിസിൽ മതി, അതുകൊണ്ട് കുക്കറിൽ വേവിക്കുമ്പോൾ നല്ലതാണ്. അതിൽ നാടൻ മുട്ടയുണ്ട്, നോർമൽ മുട്ടയുണ്ട്. നമ്മൾ 3 ആളേ ഉള്ളൂ, അതുകൊണ്ട് 3 മുട്ട എടുത്തിട്ടുള്ളൂ. രാവിലത്തേക്കുള്ള മാത്രം ഫുഡാണ്. അപ്പോൾ മുട്ടേൻ്റെ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ തൊണ്ട്, അതായത് വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് മുട്ട മാത്രമായിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 3 മുട്ട മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ആവശ്യത്തിനുള്ളത് മാത്രം. പിന്നെ ഷോർട്സും ലോങ് വീഡിയോസും കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ തക്കാളി ഉള്ളിയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1.5 സ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തത് ചിക്കൻ മസാല കുറച്ച് ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കുക. അല്ലെങ്കിൽ എഗ്ഗ് മസാല കിട്ടും, എഗ്ഗ് കറി മസാല കിട്ടും, അത് ഇട്ടാൽ മതി. ഞാൻ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ മസാല ഇട്ടിട്ട് ആക്കുന്നതിന് ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ മസാല കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. കുറച്ച് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഫുള്ളായി ഡ്രൈ ആയിട്ട് വേണ്ടത് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടപ്പിലുണ്ട്. അത് ഇപ്പോഴത്തെ സൈഡ് ഞാൻ ഫുള്ളായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ചപ്പാത്തി. എന്നിട്ട് ചപ്പാത്തി പാനിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, ചിലതിന് ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ ചപ്പാത്തിക്ക് ഷേപ്പൊന്നും ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഷേപ്പൊന്നും ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ചപ്പാത്തിയും മുട്ട റോസ്റ്റും ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട കഴിക്കുന്നതുകൊണ്ട് നല്ല ഒരു എനർജി കിട്ടും. കറിയിലേക്ക് നമുക്ക് മുട്ടയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, റെഡി ആയിട്ടുള്ള മുട്ടക്കറിയും ചപ്പാത്തിയും. നല്ല ടേസ്റ്റാണ്, കട്ടൻ ചായയും കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ
അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബായ്.